ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത നടക്കാത്തത് നടത്തുന്ന അവൻ നാമമാണ്. അവൻ ഹല്ലേലൂയ. അവൻ സ്റ്റക്കായി നിൽക്കുന്ന മേഖലയ്ക്കകത്ത്, ജീവനില്ലെന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് ഇനി ഒന്നും സംഭവിക്കത്തില്ല എന്ന് ലോകം വിധി എഴുന്നിടത്ത് അവൻ യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത ക്ഷണത്തിൽ അത്ഭുതം. ഇന്ന് പകൽക്കാലം അവൻ വിശ്വസിക്കുന്നവർ അവൻ പ്രതികരിച്ചു തുടങ്ങട്ടെ. ക്ഷണത്തിൽ ചില കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നു. ക്ഷണത്തിൽ ചില കാര്യങ്ങൾ അവൻ സ്വന്തം ഹല്ലേലൂയ വിശ്വസിക്കുന്ന അല്പസമയം കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം പ്രവചന ശബ്ദമായി ഈ ദൂത് വെളിപ്പെട്ട് വരുമ്പോ ഇത് എന്നോടുള്ള ദൂത നടക്കാത്തത് യേശുവിന്റെ നാമത്തിൽ പൊന്നിനോ വെള്ളിക്കോ അധികാരത്തിലോ ഹല്ലേലൂയ അവൻ വിദ്യാഭ്യാസത്തിലോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്, മെഡിക്കൽ സയൻസിൽ ചെയ്യാൻ പറ്റാത്തത് ഇന്ന് പകൽക്കാലം ഒറ്റ നാമത്തെ ക്ഷണത്തിൽ യേശുവിന്റെ നാമത്തെ ഇന്ന് പകൽക്കാലം അത് വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ച് തുടങ്ങട്ടെ. വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് കർത്താവ് എന്റെ മേൽ അത് വെളിപ്പെട്ട് വരട്ടെ. എന്റെ കുടുംബത്തിനകത്ത്, എന്റെ വിഷയത്തിനകത്ത് ഇന്ന് പകൽക്കാലം ആ നാമത്തിന്റെ ശക്തി, ആ നാമത്തിന്റെ ശക്തി, സകല നാമത്തിന്റെ മേലായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അത് വ്യാപരിക്കട്ടെ. ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആ നാമത്തിന്റെ ശക്തി, ആ നാമത്തിന്റെ ശക്തി, ആ നാമത്തിന്റെ ശക്തി. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം ലൂക്കോസ് എഴുതി ആരംഭിക്കുന്ന ഇങ്ങനെയാണ്. സഹോദരന്മാരെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു കർത്താവ് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്ത നാൾ മുതൽ ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചതുമായ ചരിത്രമാണ്. ഹല്ലേലൂയ. ഇതിന് താൻ തുടർന്ന് എഴുതാൻ പോകുന്നത് യേശു കർത്താവ് തന്റെ ആത്മാവിനെ അയച്ചു തന്റെ മക്കളിൽ കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. എന്താണ് തന്റെ മക്കളിൽ കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ? യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്. ഹല്ലേലൂയ. ദൈവ രാജ്യത്തെ പറ്റി 40 ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ലോകം കണ്ടത്. താൻ നിന്ദിതനായി, ക്രൂശിതനായി, കല്ലറയ്ക്കകത്ത് ഒതുങ്ങുന്നതാണ് ലോകം കണ്ടത്. പക്ഷേ താൻ തെരഞ്ഞെടുത്ത തന്റെ ശിഷ്യന്മാർക്ക്, താൻ സ്നേഹിക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് താൻ വെളിപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തനിക്ക് സംസാരിക്കാനുണ്ടായിരുന്ന ദൈവ രാജ്യത്തെ പറ്റിയാണ്. ഹല്ലേലൂയ. താൻ തെളിയിച്ചത് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവ രാജ്യത്തെ പറ്റിയാണ് താൻ വിവരിപ്പാനായിട്ടിടയായത്. ദൈവ രാജ്യത്തിന്റെ പ്രത്യേകത ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യമാണ്. സകല രാജ്യങ്ങളും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ, ലോകത്തിലെ സകല പ്രഭുക്കന്മാരും മരണം കൊണ്ട് കാലഘട്ടം തീരുമ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് വിളിച്ചു പറയാണ്, ഇതാ ഞാനൊരു രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറയുന്നു, അതിന്റെ പ്രത്യേകത അത് ഒരു നാളും നശിക്കത്തില്ല. കാരണം മരണം കൊണ്ട് അവസാനിക്കുന്നിടത്ത് യേശു കർത്താവ് മരണത്തെ ഉയർത്തെഴുന്നേറ്റ്, ഹല്ലേലൂയ, മരണത്തെ കാൽ കീഴാക്കി വെച്ചിട്ട്, ഹല്ലേലൂയ, താൻ പറയും ഞാനൊരു രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു, അത് ഒരു നാളും നശിക്കുന്നതല്ല. ഇന്ന് പകൽക്കാല സഹോദരങ്ങളെ, ആരാണ് ദൈവത്തിന്റെ രാജ്യം? യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം എഴുതി ഇങ്ങനെ പറഞ്ഞു, ഞാനും നിങ്ങളും ആ ദൈവത്തിന്റെ രാജ്യം. ആരാണ്? ഞാനും നിങ്ങളും, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി മാറ്റി. എന്താണ്? എന്നെയും നിങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി മാറ്റി. ഇന്ന് പകല് ആ രാജ്യത്തിന്റെ പ്രത്യേകത അതൊരു നാളും നശിക്കത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും നശിച്ചു പോകത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും മരണം കാണത്തില്ല. ഇന്ന് പകൽക്കാലം ആര് വിശ്വസിക്കുന്നു? ഞാൻ ദൈവത്തിന്റെ രാജ്യമാ, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ ഇല്ലാതായി തീരത്തില്ല. വിശ്വസിക്കുന്നവർ പ്രതികരിച്ചു തുടങ്ങട്ടെ. വെളിപ്പെട്ടു വരുന്ന ദൈവഭൂമിനകത്ത് വിളിച്ചു പറയും, എന്നോടുള്ള എന്നെ നശിപ്പിക്കുക. ലോകശക്തികൾ നോക്കുമ്പോ, ലോകശക്തികൾ നോക്കുമ്പോ, സാമ്പത്തിക ശക്തികൾ നോക്കുമ്പോ വിളിച്ചു പറ, എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത് ഒരു നാളും നശിച്ചു പോകാം.
ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് അവൻ ലേഖനം എഴുതിയപ്പോൾ താൻ ഇങ്ങനെ അപ്പോസ്തലൻ എഴുതി, അവൻ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ. എന്താണ്? കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും അവൻ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചിരിക്കുന്നു. അവൻ എന്നെയും നിങ്ങളെ ദൈവത്തിന്റെ രാജ്യമാക്കി മാറ്റിയത് എങ്ങനെയാണ്? അവൻ തന്റെ മക്കളാക്കി മാറ്റിയത് കെടാത്ത ബീജത്താലാണ്. അതെന്താണ്? ദൈവത്തിന്റെ വചനമെന്ന കെടാത്ത ബീജം. ഹല്ലേലൂയ. മകനെ, നീ ദൈവത്തിന്റെ രാജ്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, എന്റെ നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ, ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, ഞാൻ കെട്ടുപോകത്തില്ല. ഒരു പ്രതിസന്ധിക്കോ മരണം കൊണ്ട് എന്നെ മാറ്റാൻ പറ്റത്തില്ല. ഒരു രോഗശവും ഇന്ന് മകനത് വിശ്വസിക്കുന്നവർ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാ ജീവനുള്ളത് നിലവോ. ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്ന ദൂതനോട് ദൈവത്തിന് പ്രതികരിക്കട്ടെ. ഈ അന്തരീക്ഷത്തിനകത്ത് അവൻ നിനക്കെതിരെ നിൽക്കുന്നത് അവൻ ഹല്ലേലൂയ തീകൾ മെഴുകൊഴുകുന്നത് പോലെ. ഓ, വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിച്ചോട്ടെ. ഞാൻ കെട്ടുപോകത്തില്ല, ഞാൻ കെട്ടുപോകത്തില്ല. കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, അവൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു, വചനം ജഡമായി തീർന്നു. എങ്ങനെയാണ് വചനം ജഡമായി തീർന്നു? ദൈവത്തിന്റെ വചനം. ഈ വചനം അവൻ യേശു കർത്താവിന്റെ ജനനം വചനപ്രകാരമാ, യേശു കർത്താവിന്റെ ജീവിതം വചനപ്രകാരമാ, യേശു കർത്താവിന്റെ മരണം വചനപ്രകാരമാ, യേശു കർത്താവിന്റെ ഉയർപ്പും വചനപ്രകാരമാ. വചനം ജഡമായി തീർന്നു. വിവരിക്കാൻ പറ്റാത്ത കൊണ്ടാണ്, സമയമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കമ്പിവാക്കുകളിൽ പോകുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ശ്രദ്ധിക്കണം. അവൻ ഈ വചനമാകുന്നവന് ഹല്ലേലൂയ ക്രൂശിലെ കയറ്റുകയാണ്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമ്പോൾ തകർക്കപ്പെട്ടു. അവൻ ഒരുവൻ മുഖത്തേക്ക് നോക്കിയാൽ അവൻ മുഖം തിരിക്കും. അത്രമാത്രം തകർക്കപ്പെട്ട് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കിടക്കുകയാണ്. അവസാന തുള്ളി രക്തം വരെയും ഒഴുകി. അവൻ ഇനി പ്രതീക്ഷകൾ മൊത്തം നഷ്ടപ്പെട്ടു. അവൻ ഹല്ലേലൂയ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടില്ല. കല്ലറയ്ക്കകത്ത് ഒതുക്കി. റോമാ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര അവൻ അടിച്ചു വെച്ചു. പക്ഷെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. യേശു കർത്താവിന്റെ ഉയർപ്പിന് വേണ്ടി ഒരുത്തൻ ഉപവസിച്ചില്ല. യേശു കർത്താവിന്റെ ഉയർപ്പിന് വേണ്ടി ആരും കാത്തിരിപ്പ് യോഗം നടത്തിയില്ല. പക്ഷേ അവൻ മൂന്നാം നാളെന്നൊരു ദിവസമുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വചനം ലോകത്തിന്റെ ഏതു വലിയ മുദ്രയുണ്ടെങ്കിലും ആദ്യ പൊടിഞ്ഞു വരും. ആ ദൈവത്തിന്റെ വചനത്തിന്റെ മന്ത്രിക്കുന്നത് ഇതിന്റെ വചനമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഭൂമി മനസ്സിലാക്കുന്നവർക്കായി സ്വന്തം ചെയ്യുന്നു. ഈ വചനത്തുണ്ടെങ്കിൽ ഈ വചനം ഇന്ന് പകൽക്കാലം ചിലത് പൊടി കഴിഞ്ഞിട്ട് ചിലത് പൊടിയ അവന്റെ കാഴ്ചക്കാരിക്കട്ടെ. ഇന്ന് പകൽ എന്റെ വചനമുണ്ട്. ഒരു നാളും ഞാൻ നശിക്കത്തില്ല. വിശ്വസിക്കുന്ന അല്പസമയം കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് കരങ്ങളെ അടിച്ച് ഓ ദൈവത്തിന്റെ വചനം കെടാത്തതോ നിലനിൽക്കുന്നതോ ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനം. നാമെ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, 1-ാം അധ്യായത്തിനകത്ത് ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞു. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. ആത്മശക്തിയെ പ്രാപിച്ച അപ്പോസ്തലന്മാർ 3-ാം അധ്യായത്തിനകത്ത് ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, അവൻ ചില ചുമന്നുകൊണ്ട് ഈ മനുഷ്യനെ കൊണ്ടിരുത്തിയിരിക്കുക. ഭിക്ഷയാചിക്കുക. തനിക്ക് സ്വയം നടക്കാൻ പറ്റത്തില്ല, തനിക്കുള്ള പ്രാപ്തിയില്ല. അവൻ എന്നാൽ ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് വരുമ്പോൾ എല്ലാവരും കൊടുക്കുന്നത് പോലെ അവൻ തനിക്ക് പത്രോസിൽ നിന്നും യോഹന്നാനിൽ നിന്നും ഭിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയ്ക്കകത്ത് അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പത്രോസ് എന്ന് പറയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കൊരു കാര്യമുണ്ട്. എന്താണ്? യേശുവിന്റെ നാമം. വിളിച്ചു എന്റെ അവ എനിക്ക് സ്വന്തമായിട്ടുള്ളത് യേശുവിന്റെ നാമമാണ്.
കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തില്ല. പക്ഷെ യേശുവിന്റെ നാമം അത് നിനക്കും ഗുണമാ, അത് ലോകത്തിന് ഗുണമാ. യേശുവിന്റെ നാമം ശ്രദ്ധിച്ച്, എനിക്ക് വെള്ളിയില്ല പൊന്നില്ല, പക്ഷെ എനിക്കൊരു നാമമുണ്ട്. എന്റെ കയ്യിലുള്ള യേശുവിന്റെ നാമമാണ്. പത്രോസ് പറയും, എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെയും എന്റെ കയ്യിൽ വള്ളമുണ്ടായിരുന്നു, എന്റെ വലയുണ്ടായിരുന്നു. ഒരു ബോട്ട് മുതലാളിക്ക് അത്യാവശ്യം പൈസ ഉള്ള ആളല്ലേ, ഏറ്റവും നല്ല ലാഭമുള്ള ബിസിനസ് ആണ്. നമ്മൾ ഈ വാട എടുക്കുന്നോണ്ട് HC എന്ന് പറയുന്നത്. പക്ഷെ നല്ല ബിസിനസ് ആണ് മീൻ കച്ചവടം, അല്ലയോ? നന്നായിട്ട് അധ്വാനിച്ചാൽ നല്ല പൈസ ഉണ്ടാക്കാം. വേണം ഒരാഴ്ച ജോലി ചെയ്തിട്ട് ഒരു മാസം വീട്ടിൽ ചുമ്മാതിരിക്കാം. അതേപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് സ്വന്തമായി അധ്വാനിച്ച്. പറയാണ് വെള്ളിയില്ല പൊന്നുമില്ല, പക്ഷെ തനിക്ക് പടമുണ്ടായിരുന്നു, തനിക്ക് വലയുണ്ടായിരുന്നു. താൻ ഇതൊക്കെ വിട്ടിട്ട് വന്നതാണ്. തന്റെ സ്വന്തം ശൂന്യതയ്ക്കകത്തല്ല വിട്ടത്, തന്റെ നിറവിനകത്താണ്. ശൂന്യതയ്ക്കകത്തല്ല താൻ പടകും വള്ളവും ഉപേക്ഷിച്ചത്, തന്റെ നിറവിനകത്താ പടകും വള്ളവും താൻ ഉപേക്ഷിച്ചത്. തന്നോട് ചോദിച്ചാൽ താൻ പറയും, രാത്രി മുഴുവനും അധ്വാനിച്ചു. ആ ഏരിയ മൊത്തം അരിച്ചു വളക്കിയിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, സകല കഴിവുകളും എടുത്ത് അധ്വാനിച്ചിട്ട് ഫലം കാണാതെ വന്നപ്പോൾ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് വലമടക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ഒരുവൻ എന്റെ പടകിൽ കയറിയത്. ഇനി നിർത്തിക്കളയാമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരുവൻ എന്റെ പടകിനകത്ത് കയറിയിട്ട് എന്റെ പടകിനെ ഒന്ന് ചോദിച്ചത്. ഒന്നും നോക്കാതെ ഞാൻ വിട്ടുകൊടുത്തു. പക്ഷെ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ. എനിക്ക് എന്റെ എക്സ്പീരിയൻസിനകത്തുനിന്ന് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ. എനിക്കറിയാം ഇവിടെ അകത്തിന് ഒരു സാധ്യതയില്ലെന്ന്. പക്ഷെ എങ്കിലും കർത്താവേ, ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. നോക്കിയേ, ദൈവത്തിന്റെ വാക്കിന് വലയിറക്കിയ പത്രോസ് തന്റെ വലയ്ക്കകത്ത് വല കീറുമാർന്ന നിലവാരത്തിൽ പെരുത്ത മീൻകൂട്ടം കയറി. ഇതെനിക്ക് തമ്പുരാനൊരു ദൂതായി കൈമാറിയ ദൈവിക ആലോചനയാണ്. വേണ്ടവ സ്വീകരിച്ചോളാം. കഥ കേൾക്കുന്നവർ ഇരിക്കുന്നവർക്ക് ഇരിക്കാം, അതിനെ സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഈ സ്വന്തം വല കീറുമാർ ഒരു പെരുത്ത മീൻകൂട്ടം കയറി. തന്റെ പടക് നിറച്ചു, അടുത്തുള്ള കൂട്ടാളിയുടെ പടക് നിറച്ചു. ഈ രണ്ട് പടകും മുങ്ങുമാകുവോളം നിറച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറച്ചിട്ടും ശേഷിപ്പാം. ഒറ്റ വലയ്ക്കകത്ത് പത്രോസിന്റെ ജീവിതത്തെ, അല്ലെങ്കിൽ അന്ന് വരെ മീൻ പിടിച്ച് ഒരു മുക്കുവന്റെ ചരിത്രത്തിനകത്ത് ഒറ്റ വലയ്ക്കകത്ത് രണ്ട് പടകും മുങ്ങുന്ന നിലവാരത്തിൽ മീൻ കേറിയിട്ടില്ല. അതേപോലെ ചെറുതിന്റെ വലയ്ക്കകത്ത് വിശ്വസിക്കുന്നവർ ചെറുതിന്റെ വലയ്ക്കകത്ത് ഇന്ന് പലതരം നിരാശകൾ മാറട്ടെ. ഇന്ന് പലരും നിരാശകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നാമത്തെ വാക്കിന് ഇന്ന് പലക്കാലം വെളിപ്പെടുന്ന ദൈവിക പഠനത്തിന്റെ രണ്ട് പടകും മുങ്ങുമാണ്. ഒരു ദൂതയുടെ കൈമാറുന്ന സഹോദരങ്ങളെ, നീ ഈ ദേശം വിട്ട് വിളങ്കയിൽ പോകത്തില്ല. നീ ഒരു രോഗത്തിൽ വന്ന് ക്ഷീണിതനായി, ബലഹീനനായി ഈ ദേശം വിട്ടു പോകത്തില്ലെന്ന് ദൈവത്തിന്റെ ആലോചന കൈമാറിയ ഒഴിഞ്ഞ പാത്രമായി നീ പട്ടണം വിട്ടു മാറത്തില്ലെന്ന് ഇന്ന് പകരം വിശ്വസിക്കുന്നവർ, നിന്റെ പഠനത്തിന്റെ കഴിവ് മൊത്തം ഉപയോഗിച്ചിട്ട് ഇതുവരെ ശൂന്യമായിരുന്നുവെങ്കിലും മകനെ വിശ്വസിച്ചു. എന്റെ ദൈവം നിന്നെ വെറുതെ അയക്കുന്ന ദൈവമല്ല. പത്രോസിനെ അടുത്ത
ലെവലിലേക്ക് അയക്കാൻ പോകുന്നത് ശൂന്യതയ്ക്കകത്തല്ല. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ, ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ, ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ കണ്ണുകളെ അടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. അടുത്തതിന്റെ ഷിഫ്റ്റ്, അടുത്തതിന്റെ മൂവ് ശൂന്യതയ്ക്കകത്തല്ല. Hallelujah, hallelujah, hallelujah. അവൻ സ്വന്തം ശൂന്യനായി അവൻ പൊള്ള വീട് വിട്ട് ഒരുവൻ ഓടുക. അവൻ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ, പക്ഷെ അവന്റെ വഴിയാത്രയിൽ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറയുക, ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അല്ലിച്ചതൊക്കെ നിവർത്തിക്കും. പകല് സഹോദരങ്ങളെ, അവൻ ശൂന്യതയ്ക്കകത്താണെങ്കിലും വീട്ടിനാ കൂടെയില്ലെങ്കിലോ, അവ ഇപ്പോൾ തലയണയായി വെക്കുവാൻ കല്ല് മാത്രമേ ഉള്ളെങ്കിലോ, ഇന്ന് പകല് വിശ്വസിച്ചോ, അവൻ നിനക്ക് മീതെ തുറന്നൊരു സ്വർഗമുണ്ട്, നിനക്ക് മീതെ തുറന്നൊരു സ്വർഗമുണ്ട്. ആ ദൈവമായി പകല് ഗ്യാരണ്ടി തരുന്നത്, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അന്ന് ചെയ്തതൊക്കെയോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വീകരിച്ചാണ് എന്റെ ദൈവം. അവൻ നിന്റെ ശൂന്യതയ്ക്കകത്ത് ഇറങ്ങി വന്ന് നിന്നെ നിറച്ചിട്ട് യാക്കോബേ, നിന്റെ മടങ്ങി വരവ് നീ വെറുക്കൈയായി പോയത്, നീ വരുന്നത് ഈ പരിവാരമായിട്ട്. അവൻ നിന്റെ അടുത്തൊരു മൂവ്, നിന്റെ അടുത്തൊരു ചലനം ശൂന്യതയ്ക്കകത്തല്ലോ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം അവർ വെറുക്കൈയായി വന്നത്, വെറുക്കൈയായി വന്നത് അവൻ ഈ പരിവാരമാണ്. സ്വീകരിച്ച് സ്വീകരിച്ച് വിളിച്ചു എന്താണോ ഭൂതായത്, ഇതെന്താണോ ഭൂതം. ഭൂതന്മാരെ റിലീസ് ചെയ്യുക, ഭൂതന്മാരെ റിലീസ് ചെയ്യുക, തടസ്സങ്ങളെ ആത്മാവിൽ കെട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ശ്രദ്ധിക്കേ, അവൻ താൻ പറയുകയാണ്, അവൻ വെള്ളിയിൽ പോലും മേടിക്കില്ല. കാരണം നോക്കിയേ, ഈ അവൻ അത്ഭുതം സംഭവിച്ചപ്പോൾ തനിക്കൊണ്ടത് പാപബോധമാണ്. നോക്കി, നമുക്ക് ആ വിഷയത്തിനൊന്നും സമയമില്ല. അവൻ പക്ഷേ എനിക്കുണ്ട് യേശുവിന്റെ നാമം, ഈ നാമത്തിന് എഴുന്നേൽക്കാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ ഇതുവരെ നടക്കാത്തവൻ നടന്നതുപോലെ, ഇതുവരെ കുതിക്കാത്തവൻ കുതിച്ചതുപോലെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ റോക്കറ്റ് കുതിക്കുന്ന പോലെ സഭ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോ കുടുംബങ്ങളും, വിശ്വസിക്കുന്ന ഓരോ കുടുംബങ്ങളും, വിശ്വസിക്കുന്നവരുടെ ഔദ്യോഗിക മേഖലകൾ, വിശ്വസിക്കുന്നവരുടെ ബിസിനസ് മേഖലകൾ, വിശ്വസിക്കുന്നവരുടെ തലമുറകൾ, കർത്താവ് എന്റെ പേര്, എന്റെ കുടുംബത്തിന്റെ പേരും, എന്റെ സഭയുടെ പേരും ഞങ്ങളെ സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്താണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ കുതിച്ചെഴുന്നേറ്റു. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത, അവൻ ചലിക്കാത്തത് ചലിപ്പിക്കും, നടക്കാത്തത് നടക്കും, അവൻ കുതിക്കാത്തത് കുതിക്കും. അവൻ തടയാണെങ്കിൽ ഒരു ശക്തിക്ക് പറ്റത്തില്ല. പകല് വിളിച്ചു, ആ നാമമാണ് എന്റെ രക്ഷ, ആ നാമമാണ് എന്റെ നാഥൻ, ആ നാമമാണ് എന്റെ കർത്താവ്. ആ ആഗ്രഹം എന്നെ തൊടുക ഒരു ശക്തിക്ക് പറ്റത്തില്ല, എന്നെ ബ്ലോക്ക് ചെയ്യുക ഒരു അന്ധകാര ശക്തിക്ക് പറ്റത്തില്ല. യേശുവിന്റെ പുസ്തകത്തിനകത്ത് അവൻ യേശു കർത്താവിന്റെ വരവിനെ പറ്റി 40-ാം അധ്യായത്തിൽ പ്രവചിക്കുമ്പോൾ ഒരു പ്രവചന ഭാഗം പറയുന്നുണ്ട്. ഹല്ലേലൂയ. കേട്ടോ, ഒരുവൻ വിളിച്ചു പറയുന്നു, അവൻ മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി, ദൈവത്തിന് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്തിന് നമ്മുടെ ദൈവത്തിന് പെരുവഴിയൊരുക്കുവിൻ. എല്ലാ താഴ്വരയും നികർന്നു വരും, എല്ലാ മലയും കുന്നും. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത അവൻ ദുർഘടമായത് ചൊവ്വാകും. യേശുവിന്റെ നാമം എന്നിട്ട് പറയാതെ യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജനവും ഒരുപോലെ അവൻ കുന്നുപോലെ നിൽക്കുന്ന ജനത യേശുവിന്റെ നാമത്തെ ഇന്നും പകൽക്കാലന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി മാറും. സ്വീകരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ പകൽക്കാലം താഴ്ന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തെ യേശുവിന്റെ നാമത്തെ വളവുകളും മണപോലെ കുരുക്കുന്നത് അവർ അഴിക്കാൻ പോയില്ല. നിന്നെ ചുറ്റിച്ച സകലതും യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോയില്ല. നിന്നെ
സൂക്ഷിച്ച സാധനങ്ങളും വിളിച്ചുള്ള ഞാൻ ഇന്നും പകലിൽ സ്വർണ്ണമാകാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവരുടെ താഴ്ചകളും എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവരുടെ നിറവായ അവരുടെ ശരീരമായ ഞാൻ ഇന്നും പകലിൽ ദൈവത്തിന്റെ നിറവിലോ നിറവായി വെളിപ്പെട്ടു വരട്ടെ. ആ നിറവുകൾ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകതയാണ്. ആവേശം എന്റെ താഴ്വരയിൽ പൊങ്ങി വരും. എല്ലാ കുന്നുകളും താഴും. സെരുബാബേലിന് മുമ്പുള്ള മഹാപർവ്വതം നീ സമഭൂമിയായി മാറും. എത്ര വലിയ മഹാപർവ്വതമാണെങ്കിലും നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇതെങ്ങനെ വഴിമാറുമെന്ന്. പക്ഷെ യേശുവിന്റെ നാമത്താൽ വിശ്വസിച്ചോ സഹോദരങ്ങളെ? യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമം എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്ന് എത്ര വലിയ വിഷയമാണെങ്കിലും അതിനകത്ത് പരിഹാരമുണ്ട്. ഇന്ന് പകൽക്കാല ചെന്ന് ഉണവായി വരിക. ഇന്ന് പകൽക്കാല ചില ശൂന്യതകൾ യേശുവിന്റെ നാമത്തിൽ മാറുക. ഇന്ന് പകൽക്കാല രോഗസൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക. കർത്താവ് ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ സമൃദ്ധി ഞങ്ങളുടെ ജനത്തിന്റെ അവരേക്ക് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുക. ചുറ്റിയത് മതിയെന്ന്, ചുറ്റിയത് മതിയെന്ന്, ചുറ്റിയത് മതിയെന്ന്. ഒരിക്കൽ യേശു കർത്താവ് ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 18 സംവത്സരമായി അവര് രോഗബാധയാൽ ബന്ധിക്കപ്പെട്ട് ഒട്ടും നിവരുവാൻ പറ്റാത്ത ഒരു സഹോദരി ഉണ്ടായിരുന്നു. 18 സംവത്സരമായി ഒരു ദുരാത്മാവ് ഈ സഹോദരിയെ പിടിച്ചിട്ട് ഒട്ടും നിവരുവാൻ പറ്റാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയെ യേശു കർത്താവ് അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. അവരുടെ മേൽ കൈവച്ചിട്ട് ബന്ധനത്തെ അഴിച്ചു. ഇത് കണ്ടിട്ട് അവൻ പരീക്ഷ പ്രമാണിക്ക് പുരോഹിതന് സഹിക്കാൻ പറ്റിയില്ല. താൻ പറഞ്ഞു, നീ സൗഖ്യമാക്കുന്നത് ഈ ശബത്തിലല്ല, മറ്റുള്ള ദിവസങ്ങളിൽ നീ ചെയ്തു എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ ശാസിക്കാൻ തുടങ്ങിയപ്പോൾ യേശു കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശബത്തിൽ നിനക്കൊരു കാളയോ ആടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അഴിച്ചു കൊണ്ടുവന്ന്, തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുവന്ന് ശബത്തിൽ അതിന് വെള്ളം കൊടുക്കത്തില്ലയോ എന്നിട്ട് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സാത്താൻ 18 സംവത്സരമായി കെട്ടിവെച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവിടെ അവൻ ബന്ധനം അഴിച്ച് വിടേണ്ടതല്ലയോ? യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ പ്രത്യേകത അവൻ പിശാച് കെട്ടിയതിനെ അഴിക്കുന്ന നാമമാണ്. ആരും പറഞ്ഞിട്ടുണ്ട്, ആരും പറഞ്ഞിട്ടുണ്ട്, ആരുടെ റെക്കമെൻഡേഷനുണ്ട്. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ പൈതലാണോ? പിശാച് കെട്ടിയതിന് സ്വന്തം യേശുവിന്റെ നാമത്തിൽ എക്സ്പെറിമെന്റ് വെച്ചിട്ടുണ്ട്. ഇന്ന് പകലത്തോ വിളിച്ചു പറയും, ഇന്നാണ് അതിന്റെ എക്സ്പെറിമെന്റ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അല്പസമയം കരങ്ങളെ അടിച്ച് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെ സ്വീകരിക്കാതെ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തുവിനുള്ള നിമിത്തം ഏറ്റവും അധികമായി ജീവൻ വാഴും. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത വാഴുന്ന നാമമാണ്, വാഴുന്ന നാമമാണ്. ഇതുവരെ നിന്നെ ഒതുക്കിയതിന്, നീ ദുവരുവാൻ സമ്മതിക്കാതെ അവൻ കെട്ടുകെട്ടി നിന്നെ ഒതുക്കിയതിന് യേശുവിന്റെ നാമം അവൻ പല ഭാരങ്ങൾ വെച്ച് നിന്നെ ഒതുക്കിയതിനെ ഇന്ന് പകലിൽ വിശ്വസിച്ച സഹോദരങ്ങളെ, അവൻ ആ നാമം ഇന്ന് പകലിൽ, ആ നാമം ഇന്ന് പകലിൽ നീ ദൂരത്തിൽ നിന്ന് പിശാച് ആശ വെച്ച് നിന്നെ ഒതുക്കിയ വേദനയ്ക്കകത്ത് ഇന്ന് പകൽ ആ നാമം ജനത്തിനെ വെട്ടിമാറ്റുക. Hallelujah, hallelujah, hallelujah. വിശ്വസിക്കുക. എന്റെ പകൽക്കാലം എന്റെ വിടുതന്റെ പകൽക്കാലമാണ്. എന്റെ മണ്ണിനെ കെട്ടിയത്, എന്റെ ആരോഗ്യത്തെ കെട്ടിയത്, എന്റെ സമ്പത്തിനെ കെട്ടിയത് യേശുവിന്റെ നാമത്താൽ. യേശു ഭൂമിയിലേക്ക് വന്നത് കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധിയാ. ഞാൻ യേശുവിനെ ജീവിക്കുവാനും ഞാൻ വാഴും. ആ നാമത്താൽ ഞാൻ വാഴും, ആ നാമത്താൽ ഞാൻ വാഴും. പിശാചിനെ ഒതുക്കുവാൻ പറ്റത്തില്ല, പിശാചിനെ ഒതുക്കുവാൻ പറ്റത്തില്ല. വിശ്വസിച്ച് പോകാം, ഞാൻ വാഴും. എന്റെ മേൽ കൃപയുടെയും നീതിദാനത്തിന്റെയും
സാന്നിധ്യം സമൃദ്ധിയുള്ളത് കൊണ്ട് ഞാൻ ജീവനിൽ വാഴുന്നവനാ, ഞാൻ ജീവനിൽ വാഴുന്നവനാ. ക്രിസ്തുവിന്റെ നാമത്തിൽ രാജ്യങ്ങളെ വാഴും. ഞാൻ ക്രിസ്തുവിൽ ലോക രാജ്യങ്ങളെ സ്വാധീനിക്കുന്നവനാ. കരങ്ങളെ അടിച്ച് ഈ ദൂതികളെ ഓർത്ത് അല്പസമയം ശ്രദ്ധിച്ചാണ്. ആ ദൈവത്തിന്റെ ശക്തി നമുക്ക് വ്യാപരിക്കട്ടെ, ആത്മശക്തി നമുക്ക് വ്യാപരിക്കട്ടെ, ആത്മശക്തി നമുക്ക് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ